അങ്ങനെ 2024 പടിയിറങ്ങുന്നു. യുദ്ധവും ഭരണ അട്ടിമറിയും ഭരണമാറ്റവും കണ്ട വർഷം. ലോകമഹായുദ്ധം വരെ മുന്നിൽ കണ്ടു. സംഭവബഹുലമായ 365 ദിവസങ്ങൾ. ചരിത്രം എന്നും ഓർമ്മപ്പെടുത്തലാണ്, തിരുത്തലുകൾക്കുള്ള പാഠപുസ്തകമാണ്. പറഞ്ഞു തുടങ്ങിയാൽ ഒരുപാട് കാര്യങ്ങളുണ്ട് പങ്കുവയ്ക്കാൻ. ഈ കൊല്ലത്തെ പ്രധാനപ്പെട്ട 10 ലോകവാർത്തകളിലേക്കൊരു തിരിഞ്ഞുനോട്ടം. കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയുടെ ഇന്ത്യക്കെതിരായ പടപ്പുറപ്പാടും പിന്നാലെയുള്ള മലക്കം മറിച്ചിലും 2024 പ്രധാന സംഭവങ്ങളിലൊന്നാണ്. ഖാലിസ്ഥാൻ വിഘടനവാദി ഹർദീപ് സിംഗ് നീച്ചറിന്റെ കൊലപാതകത്തിൽ ഇന്ത്യക്കെതിരെ വീണ്ടും ആരോപണ ശരങ്ങളുമായി ജസ്റ്റിൻ ട്രൂഡോ എത്തിയതും അത് പിന്നീട് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര സംഘർഷത്തിൽ പര്യവസാനിച്ചതും നമ്മൾ കണ്ടു. കടുത്ത ആരോപണങ്ങൾ ഉന്നയിച്ച ട്രൂഡോ തന്നെ അത് മാറ്റി പറഞ്ഞു. കനേഡിയൻ മണ്ണിൽ നടന്ന ആക്രമണങ്ങളിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് പങ്കില്ലെന്ന് കുറ്റസമ്മതം. പക്ഷേ ട്രൂഡോയുടെ കണ്ടകശനി എന്നിട്ടും മാറിയിട്ടില്ല. എന്തിനു വേണ്ടിയായിരുന്നോ ട്രൂഡോ ഈ പടപ്പുറപ്പാട് നടത്തിയത്, അത് തുടരുകയാണ്. സ്വന്തം കസേര സംരക്ഷിക്കണം, പക്ഷേ ഭരണത്തിൽ തുടരാനാകുമോ എന്ന് അടുത്ത വർഷം ജനുവരി അവസാന ആഴ്ചയിൽ അറിയാം. 2024 അടയാളപ്പെടുത്തിയ ഇന്ത്യയുടെ നയതന്ത്ര വിജയകഥയിലേക്കാണ് അടുത്തത്. 4.5 വർഷം നീണ്ട സംഘർഷത്തിനു ശേഷം യഥാർത്ഥ നിയന്ത്രണ രേഖയിൽ സമാധാനം തിരിതെളിയുന്നു. 2020 ഗാൽവാൻ താഴ്വരയിൽ ഇന്ത്യയുടെയും ചൈനയുടെയും സൈനികർ തമ്മിൽ ഏറ്റുമുട്ടിയത്. 20 ഇന്ത്യൻ സൈനികർ അന്ന് വീരമൃത്യു വരിച്ചു. ചൈന സമ്മതിക്കുന്നില്ലെങ്കിലും 40 ചൈനീസ് പട്ടാളക്കാർ മരിച്ചെന്നാണ് വിവരം. പിന്നാലെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളാവുകയായിരുന്നു. ഇപ്പോഴിതാ കിഴക്കൻ ലഡാക്കിൽ ഇരു രാജ്യങ്ങളുടെയും സൈനികർ തമ്മിലുള്ള സംഘർഷം അവസാനിപ്പിച്ചുകൊണ്ടുള്ള കരാറിൽ ഇന്ത്യയും ചൈനയും ഒപ്പുവെച്ചു. ഒരു ദിവസത്തെ വട്ടമേശ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞ കരാറല്ല ഇത്. 21 പ്രാവശ്യം സൈനിക തല ചർച്ചകളും 17 പ്രാവശ്യം നയതന്ത്ര ചർച്ചകളും നടത്തിയ ശേഷമാണ് ഇപ്പോഴത്തെ കരാറിൽ എത്തിച്ചേർന്നത്. ഒരിടത്ത് സംഘർഷം മയ്യുമ്പോൾ മറ്റൊരു വശത്ത് പിരിമുറുക്കമുയരുന്നു. പറഞ്ഞു വരുന്നത് ബംഗ്ലാദേശിന്റെ കാര്യം തന്നെ. സംവരണ വിരുദ്ധ സമരത്തിന് പിന്നാലെ രാജ്യത്ത് പൊട്ടിപ്പുറപ്പെട്ട ജനകീയ പ്രക്ഷോഭം മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ രാജിയിലേക്ക് എത്തിച്ചു. ജനങ്ങളുടെ ആവശ്യാർത്ഥം മുൻ നൊബേൽ സമ്മാന ജേതാവും സാമ്പത്തിക വിദഗ്ധനുമായ മുഹമ്മദ് യൂനിസ് ഇടക്കാല സർക്കാരിന്റെ പ്രധാനമന്ത്രിയായി. പുതിയ സർക്കാരിന് പക്ഷേ ഇന്ത്യയേക്കാൾ പ്രിയം പാകിസ്ഥാനോടാണ്, ഒപ്പം അമേരിക്കയോടും വളരെ അടുത്തു നിൽക്കുന്നു. ബംഗ്ലാദേശിലെ ഭരണ അട്ടിമറിയിൽ പാക് ISIയുടെയും അമേരിക്കയുടെ CIAയുടെയും ഇടപെടലുണ്ടെന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ട്. ഭരണ അട്ടിമറിക്ക് പിന്നാലെ ഇന്ത്യയിൽ രാഷ്ട്രീയ അഭയം തുടരുന്ന ഷെയ്ഖ് ഹസീനയെ വിചാരണ ചെയ്യാൻ വിട്ടുനൽകണമെന്നാണ് യൂനിസ് സർക്കാരിന്റെ ഇപ്പോഴത്തെ ആവശ്യം. എന്നാൽ വിഷയത്തിൽ തൽക്കാലം ഒരു പ്രതികരണത്തിന് സ്കോപ്പില്ലെന്നാണ് ഇന്ത്യയുടെ നിലപാട്. അയൽപ്പക്കത്ത് വർദ്ധിച്ചു വരുന്ന തീവ്രവാദ സംഘടനകളുടെ സ്വാധീനവും വിഘടനവാദികളായ അരക്കൻ സൈന്യത്തിന്റെ ഇടപെടലും ഇന്ത്യയെ ആശങ്കയിലാഴ്ത്തുന്നുണ്ട്. അങ്ങ് വടക്ക് മാത്രമല്ല, അങ്ങ് ഇന്ത്യയുടെ തെക്ക് ശ്രീലങ്കയിലും ഉണ്ടായി ഒരു അട്ടിമറി വിജയം. അതെ, ലങ്കൻ മണ്ണ് ചുവന്നു. ആദ്യം പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അനുരകുമാര ദിസനായകയുടെ ചരിത്ര വിജയം. തുടർന്ന് നടന്ന പാർലമെന്റ് തിരഞ്ഞെടുപ്പിലും കമ്മ്യൂണിസ്റ്റ് സർക്കാർ വിജയഗാഥ തുടരുകയായിരുന്നു. ലോകം ഉറ്റുനോക്കിയ അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് നടന്നതും 2024. ഇന്ത്യൻ വംശജയായ കമല ഹാരിസ് ആയിരുന്നു എതിരാളി. ബൈഡന്റെ പിന്മാറ്റവും കമലയുടെ പ്രവേശനവും വലിയ വാർത്തയായിരുന്നു. ആദ്യഘട്ടത്തിൽ മുന്നേറ്റം ഡെമോക്രാറ്റുകൾക്കൊപ്പമെന്ന് എക്സിറ്റ് പോളുകൾ പറഞ്ഞെങ്കിലും അവസാന ലാപ്പിൽ റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി ജയിച്ചു കയറി. നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അടുത്ത വർഷം അധികാരമേൽക്കും. ഇനി ട്രംപ് കാലം. ഋഷി സുനക്കിന്റെ കണക്കുകൂട്ടലുകൾ പിഴച്ച കാലം. 14 വർഷത്തെ ടോറികൾ പിടിച്ച വളയം ഇനി കെയ്ർ സ്റ്റാർമർ തിരിക്കും. യൂറോപ്പിലുടനീളം വലതുപക്ഷ രാഷ്ട്രീയം കരുത്താർജിക്കവെയാണ് ലേബർ പാർട്ടി ബ്രിട്ടനിൽ വിജയം കൊയ്തത്. ത്രില്ലടിപ്പിച്ച മറ്റൊരു തിരഞ്ഞെടുപ്പ് ഫ്രാൻസിലേതായിരുന്നു. ആദ്യഘട്ട വോട്ടെടുപ്പിൽ തീവ്ര വലതുപക്ഷ പാർട്ടിയുടെ മുന്നേറ്റം. ഫ്രാൻസ് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോണിന്റെ നിലനിൽപ്പ് തന്നെ ചോദ്യചിഹ്നമായ നിമിഷങ്ങൾ. വലതുപക്ഷ മുന്നേറ്റം മുന്നിൽ കണ്ട ഫ്രാൻസിലെ ഇടതു പാർട്ടികൾ ഭിന്നതകൾ മറന്നു ഒന്നിച്ചു. ജയം കൂട്ടായ ശക്തിക്കൊപ്പമായി. ഫ്രാൻസിന്റെ ഹൃദയം ഇത്തവണയും ഇടത്തോട്ടേക്ക് തന്നെ. 1000 ദിവസം പിന്നിട്ട റഷ്യ യുക്രൈൻ യുദ്ധം. നഷ്ടക്കണക്കുകൾ ഏറെയാണ്. നാറ്റോ അംഗരാജ്യങ്ങളുടെ പിന്തുണയിൽ യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കി ചെറുത്തുനിൽപ്പ് തുടരുന്നു. ഇപ്പുറത്ത് റഷ്യക്ക് പിന്തുണയുമായി കിം ജോങ് യുൻ. ഉത്തര കൊറിയൻ സേന റഷ്യൻ മണ്ണിൽ നിലയുറപ്പിച്ചതോടെ യുദ്ധം അതിതീവ്രമാകുമെന്ന് നിരീക്ഷകർ പറഞ്ഞു. ഇതിനിടെ യുദ്ധം അവസാനിപ്പിക്കാൻ പുടിൻ താൽപര്യം പ്രകടിപ്പിച്ചെങ്കിലും റഷ്യയിലേക്ക് യുക്രൈൻ നടത്തിയ യന്ത്രപക്ഷികളുടെ ആക്രമണം
സമാധാന ചർച്ചകൾക്ക് വിഘ്നമുണ്ടാക്കിയിരിക്കുകയാണ്. യുദ്ധം ഉടൻ അവസാനിക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. സിറിയയിലെ ഭരണ അട്ടിമറി 2024 പ്രധാന വാർത്തകളിലൊന്ന്. മുഹമ്മദ് അൽ ജുലാനിയുടെ ഹയാത്ത് തഹ്രീൻ അൽ ഷാം സിറിയ പിടിച്ചെടുത്തു. അങ്ങനെ 5 പതിറ്റാണ്ടിലധികം സിറിയ ഭരിച്ചിരുന്ന അസദ് ഭരണകൂടം വീണു. പ്രസിഡന്റ് ബാഷർ അൽ അസദും കുടുംബവും റഷ്യയിൽ രാഷ്ട്രീയ അഭയം തുടരുകയാണിപ്പോൾ. സംഘർഷങ്ങൾ തീരാത്ത പടിഞ്ഞാറൻ ഏഷ്യ. ഇസ്രയേലും ഇറാന്റെ പ്രോക്സികളും തമ്മിലുള്ള യുദ്ധം മേഖലയെ മാത്രമല്ല ലോകത്തെ തന്നെ നേരിട്ട് ബാധിച്ചു. ഇറാൻ മണ്ണിലേക്ക് മിസൈലുകൾ തൊടുത്തുവിട്ട ഇസ്രയേലിന്റെ നീക്കം മഹായുദ്ധത്തിലേക്ക് മാറുമോ എന്നുവരെ ഭയന്നു. മേഖലയിൽ ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളും തുടരുകയാണ്. സമാധാനത്തിന്റെ പുതിയ സൂര്യൻ ഉദിക്കുന്നതും കാത്ത് ആ ജനത കാത്തിരിക്കുന്നു. ആയുധങ്ങൾ കൊണ്ടല്ല, നയതന്ത്രപരമായി രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷങ്ങളും യുദ്ധങ്ങളും അവസാനിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. പുതുവർഷത്തിൽ നമ്മൾ ഏവരെയും കാത്തിരിക്കുന്ന വാർത്ത അതായിരിക്കട്ടെ. യുദ്ധങ്ങളില്ലാത്ത സമാധാനപരമായ ഒരു ലോകം. മാറ്റത്തിന്റെ നല്ല ദിവസങ്ങളാകട്ടെ പുതുവർഷം എന്ന് നമുക്ക് പ്രത്യാശിക്കാം. ലോക വർത്തമാനങ്ങളും വാർത്തകളും ഇനിയും ഒരുപാടുണ്ട്. മാലദ്വീപിന്റെ ഇന്ത്യക്കെതിരായ നീക്കവും തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളും 2024 ചരിത്ര താളുകളിൽ രേഖപ്പെടുത്തും. 40 വർഷങ്ങൾക്ക് ശേഷം കുവൈറ്റ് മണ്ണിലെത്തിയ ഇന്ത്യൻ പ്രധാനമന്ത്രിയും കുറിച്ചത് ചരിത്രം. അങ്ങനെ ഒരുപാടുണ്ട് 2024 ലോക വാർത്തകൾ.